ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു TCS EduWorld യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് യൂറോപ്പിൽ എവിടെയൊക്കെ പഠിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് മുന്നിൽ വന്നൊരു ഐഡിയ ആയിരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ജർമ്മനിയെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തിക്കൂടെ, കൂടുതൽ പറഞ്ഞു തന്നുകൂടാന്നുള്ളത്. നിങ്ങൾക്കറിയാം TCS EduWorldൻ്റെ കഴിഞ്ഞ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടുന്നത് സ്വീഡൻ ആയിരുന്നു. അപ്പം സ്വീഡൻ അല്ലാതെ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് സ്പെയിൻ ആയിരുന്നു. ഇപ്പം അതല്ലാതെ വേറെ കുറേ കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ പഠിക്കാൻ പോയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞു തരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. ബേസിക്കലി അതായത് ഇപ്പോൾ റീസെൻ്റായിട്ട് റൂൾ വന്നിരുന്നു, ജർമ്മനിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 years നിങ്ങൾക്ക് PR ഗ്രാൻഡ് ആവും എന്ന റൂൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തൊരു കപ്പിൾ ഓഫ് ഇയേഴ്സ് ഞാൻ വളരെ വലിയ രീതിയിൽ ജർമ്മനിയിലേക്ക് സ്റ്റുഡൻസിന് ഇന്ത്യയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റി കൂടുതൽ പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ TCS EduWorld വഴി നിങ്ങൾക്ക് 2 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. മെയിനായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് എഡ്യൂക്കേഷന് പോകുന്ന ആൾക്കാർക്ക് നമുക്ക് മെയിനായിട്ടും ബാച്ചിലേഴ്സ് കൊടുക്കാൻ പറ്റും, മാസ്റ്റേഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പം ജർമ്മനിയിൽ ബാച്ചിലേഴ്സ് ചെയ്യാനായിട്ട് 13 years ഓഫ് എഡ്യൂക്കേഷനാണ് പറയുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ +2 വെച്ചിട്ട് നമുക്ക് 13 എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ +2 ഉള്ളവർക്ക് ടെസ്റ്റാസ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ഈ എക്സാം നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെസ്റ്റാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞിട്ട് 1 year നിങ്ങളൊരു BBAയോ BCയോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്തതിന് ശേഷം ആ 1 yearൻ്റെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടും 13 year നമുക്ക് കഴിഞ്ഞു എന്ന് പ്രൂവ് ചെയ്യുകയും അതനുസരിച്ചിട്ട് ടെസ്റ്റാസ് ഇല്ലാതെ ബാച്ചിലേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സാണ്. ഓഫ് കോഴ്സ് ലൈക്ക് ഇപ്പോൾ സ്വീഡനിലെ പോലെ ഒരു 4 year ഡിഗ്രി വേണം എന്നുള്ള റൂൾസ് ഒന്നും അവിടെ ഇല്ല. നിങ്ങൾക്ക് 3 year ഡിഗ്രീസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 2 ഓപ്ഷൻസാണ് നമുക്ക് സ്റ്റഡീസിന് വേണ്ടിയുള്ളത്. ഇതല്ലാതെ പിന്നെ നമുക്ക് വേറെ ഓസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട്. പിന്നെ അതല്ലാതെ എന്താ പറയുക, ഈ ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവർക്കുള്ള കോഴ്സസ് ഉണ്ട്. അപ്പം അത് ഒക്കെ എന്താ പറയുക, വേറെ ഒരു സ്റ്റഡീസിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് കുറേ കൂടെ ഒരു പ്രൊഫഷണൽ ഹാൻഡ്സ് ഓൺ ഉള്ള കാര്യങ്ങളാണ്. ഇനി സ്റ്റഡീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ പ്രോഗ്രാംസിനും ജർമ്മൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കോഴ്സസ് നിങ്ങൾക്ക് വിത്ത് IELTS അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്താ പറയുക, ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം കറണ്ട് സെൻറ്റൻസ് വെച്ചിട്ട് ജർമ്മനി വളരെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇപ്പോഴത്തെ ഇൻഡെക്സ് ഓപ്പണാണ്, ഈ വരുന്ന സെപ്റ്റംബർ ഇൻഡേക്ക് ഓപ്പണാണ്. അതുപോലെ തന്നെ പിന്നുള്ള ഒരു ഇൻഡേക്കാണ് നമുക്ക് വരുന്നൊരു ജാൻ ഇൻഡേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡെക്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഗ്രാബ് യുവർ ചാൻസ്, കോൺടാക്ട് us, അപ്ലൈ ത്രൂ us ആൻഡ് ഗെറ്റ് യുവർ സ്പോട്ട് ഇൻ ജർമ്മനി ഫോർ സ്റ്റഡീസ്. പോലെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമുക്കിപ്പം ജർമ്മനിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് APS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു എന്താ പറയുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഇക്വലൻസി നോക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ഈ APS എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പം അത് ഞാനിവിടെ കൊടുത്തേക്കാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മേളിൽ ഇവിടെ നോക്കിയാൽ കാണുമായിരിക്കും. അപ്പം അത് APS എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം ഒരു സ്റ്റുഡൻറ്റിന് സാധാരണ തനി തന്നെയാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം എങ്ങനെ APS അപ്ലൈ ചെയ്യാന്നുള്ളൊരു വീഡിയോ അവിടെ ഇട്ടിട്ടുണ്ട്, അത് കാണുക. അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, അപ്പം അത് തന്നെ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജും TCS EduWorld ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, നമ്മൾ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യുക. ഞാൻ സ്ഥിരമായിട്ട് ഇനി വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.